നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അസ്ത്രമാണ്. അസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമായിരിക്കും. അറിയാത്ത ഒരു പേര് കേട്ടിട്ട് ഞെട്ടണ്ട. ഇത് നമ്മുടെ സാധാരണ പുഴുക്കുപോൽ തന്നെയാണ്. എന്നാലും പുഴുക്കുപോലല്ല, അതിന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ചേനയും ചെയ്യുമ്പോൾ കപ്പയും കാച്ചിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക. ചിലപ്പോൾ ഇത് ഓരോന്ന് വെച്ചിട്ടും ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടും ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ പയറും കടല വേവിച്ചതൊക്കെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇത് പച്ചക്കറി ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അസ്ത്രമാണ്, കാച്ചിൽ വെച്ചിട്ടുള്ള അസ്ത്രം. സാധാരണ നമ്മൾ മണ്ഡലകാലത്ത് കഞ്ഞിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അസ്ത്രം ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് അസ്ത്രം തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം കാച്ചിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നന്നാക്കി എടുക്കണം. അതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. കാച്ചിലൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് വെക്കാം. ഇത് രണ്ടും കൂടി ഒരു 3/4 കിലോ ഉണ്ട്. ഇത് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചിടാം. വേണ്ടില്ലേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പൊ കാച്ചിലെല്ലാം അതിന്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 4-5 കപ്പ് കാച്ചിലരിഞ്ഞുണ്ടാകും. ഇനി നമുക്കിത് ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 4, 5 അപ്പൊ എല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെകക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം. ഒരു 15-20 മിനിറ്റ് ഒക്കെ മതിയാവേ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതേപോലെ ചട്ടിയിലല്ല വെക്കുന്നതെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതിയേ. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് വേണ്ടത് തേങ്ങയും ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം. കൂടുതൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിയലിനൊക്കെ അരക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് അരച്ചെടുക്കണം. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6 ചെറിയുള്ളി നന്നാക്കിയത് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. അരപ്പ് വെളുത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പേരിന് മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അരക്കാം കേട്ടോ. ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. ഇത് കണ്ടില്ലേ, നല്ല തരിതരിപ്പുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന കാച്ചിലേക്ക് ചേർത്ത് കൊടുക്കണം. കാച്ചിൽ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ നമുക്ക് വെന്തോന്ന് നോക്കാം. ഇതൊന്ന് കൊത്തി നോക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അതല്ലെങ്കിൽ കറിയിലത് പിരിഞ്ഞതുപോലെ കിടക്കും. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിൻ്റെ ഒരു ചൂടുണ്ടാവും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി ഉടയ്ക്കുന്നില്ല, എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടല്ല ചേർക്കുന്നത്, തൈരിന്റെ ഒരു സ്വാദ് നമ്മുടെ അസ്ത്രത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം വാളംപുളി പിഴിഞ്ഞിട്ട് ചേർക്കാറുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. പാകത്തിന് ഉപ്പുണ്ട്, 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ജീരകം ചെറിയുള്ളിയും ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എല്ലാ ഭാഗത്തേക്ക് ആവുന്ന വിധത്തിൽ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം കേട്ടോ. തണുക്കുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളൂ. ഫ്ലെയിം ഓഫാക്കി ഇരിക്കുകയാണേ. ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ട്. വേണമെങ്കിൽ അരപ്പൊന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്തും കൂടെ ഇടണം. അപ്പോഴാണ് ഇതിന് അതിൻ്റെതായ ഒരു നല്ല ടേസ്റ്റ് വരിക. ഇതിപ്പോ തിളയ്ക്കുന്നത് ചട്ടീന്റെ ചൂട് കൊണ്ടാണ് കേട്ടോ. ഇത് അടച്ചു വെക്കുന്നുണ്ട്. നമുക്ക് കടുക് വറുക്കാം. അപ്പൊ നമുക്ക് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കടുക് വറുത്തപ്പോൾ ജീരകം ചേർത്തില്ലേ, അതുപോലെ ഇതിലൊരു കുറച്ച് ജീരകം ചേർക്കുകയാണെങ്കിൽ അസ്ത്രം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ജീരകം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ വളർന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി എല്ലാവരും ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 3-4 വറ്റൽമുളക് മുറിച്ചത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ ഒന്നാണ് മൂക്കട്ടെ, അതിൻ്റെ പച്ചമണം മാറട്ടെ. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അസ്ത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്നും കൂടി അങ്ങ് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. കഷ്ണമൊന്നും ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് കഞ്ഞീൻ്റെ കൂടെ അച്ചാറും പപ്പടവും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. കഞ്ഞി ഒഴിക്കാം. അതിലേക്ക് കുറച്ച് മുതിര ഉപ്പേരിയും കൂടി ഇടുന്നുണ്ട്. മാങ്ങാച്ചാറ്, മുളക് ചുട്ടരച്ച ചമ്മന്തി. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന കാച്ചിലസ്ത്രം കൂടെ ഒഴിക്കാം. ഇനി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് പപ്പടം വറുത്തതും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അസ്ത്രം തയ്യാറാക്കി നോക്കണം. നമ്മൾ അസ്ത്രത്തിന് ചേർത്തിരിക്കുന്ന ഉപ്പ് നോക്കിയിട്ട് വേണേൽ കഞ്ഞിയിൽ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.